സോ ഗൈസ് നമ്മുടെ ബറൂട്ടോ ടു ബ്ലൂ വേൾഡ് ടെക്സ്റ്റിലെ ചാപ്റ്റർ 32 ഇറങ്ങിയിട്ടുണ്ട്. ഇതിലാണെങ്കിൽ നമ്മുടെ മാമോഷിയു, അതുപോലെ തന്നെ ഡയമണോ, അതുപോലെ തന്നെ നമ്മുടെ സാരഡയുടെ മങ്കയ്ക്കോ ശരിങ്ങാനും, നമ്മുടെ ബറൂട്ടോ, നമ്മുടെ കവാക്കി എല്ലാവരും ഉണ്ട്. ഇതിലാണെങ്കിൽ ഒരുപാട് ഫൈറ്റ്സും ഉണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. സോ ഇതിലെ ഇമ്പോർട്ടൻറ്റ് മൂവ്മെൻറ്റ്സ് മാത്രം നമ്മൾ കവർ ചെയ്ത് പോവുകയാണ്. സോ അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നമ്മുടെ ചാലഞ്ചിൻ്റെ 17th ഡേ ആണെന്ന്. ഇനി വെറും 13 ദിവസം കൂടിയേ ഉള്ളൂ. നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ ഉള്ളൂ. നമുക്കിപ്പോൾ 10K ആവണമെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടി വേണം. ഇനി നമുക്ക് ഡെയിലി ഇത്രയും സബ്സ്ക്രൈബേഴ്സെങ്കിലും വെച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് 10K എന്ന് പറയുന്ന മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. സോ നിങ്ങളെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഞാനും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ കണ്ടൻസ് ഡെയിലി കൊണ്ടുവരുന്നതായിരിക്കും. സോ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ബറൂട്ടോ ടു ബ്ലൂ വേൾഡ് ടെക്സ്റ്റിൻ്റെ മാങ്ക വായിക്കാത്തവരാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഫുൾ മാങ്ക എക്സ്പ്ലനേഷൻ എന്തായാലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സും മാത്രം കവർ ചെയ്ത് വരുന്നതായിരിക്കും. സോ ഇപ്പോൾ എന്തായാലും നമുക്കിത് നോക്കാം. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നടന്നിട്ടുള്ളത് നമ്മുടെ മാമോഷി ഏഡേനെയും തപ്പി നമ്മുടെ കൊനോഹ മുഴുവൻ അലയുന്നുണ്ട്. അതും ഏകദേശം 200-300 കൂടുതൽ ക്ലോൺസ് ഇപ്പം മാമോഷിയുടെ അടുത്ത് കൊനോഹയിൽ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യുന്നതായിരുന്നു കൊനോഹയിലുള്ളവർ ആലോചിക്കുന്നത്. ആ ടൈമിലാണ് നമ്മുടെ ബറൂട്ടോ അവിടെ വരുന്നത്. ബറൂട്ടോ വന്നിട്ട് പറയും നമ്മുടെ ഈട എവിടെയാണുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് നമ്മുടെ മാമോഷിനോട്. അത് കേട്ടതെന്ന് നമ്മുടെ മാമോഷി ബറൂട്ടോനെ ഫോളോ ചെയ്ത് പോകും. ഈ ടൈമിൽ നമ്മുടെ ഷിക്കമാറു, അതുപോലെ തന്നെ കവാക്കി, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് നമ്മുടെ മാമോഷിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അതിൽ മെയിൻ റോള് നമ്മുടെ സാറടക്ക് തന്നെയാണുള്ളത്. സാറയുടെ എൻ്റെ മങ്കയ്ക്ക് ശരിക്കാൻ വെച്ചിട്ട് ഇത്ര മാമോഷിനെ ഡെസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മുടെ ഷിക്കമാർ ചോദിക്കുന്നുണ്ട്. ഏകദേശം ഒരു 50 എന്നൊക്കെ നമ്മുടെ സാറട പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബറൂട്ടോ നമ്മുടെ ഏഡേൻ്റെ മുന്നിലെത്തും. അതേ സ്പോട്ടിൽ നമ്മുടെ മാമോഷി. പക്ഷേങ്കിൽ ഏഡേൻ്റെ കൂടെ നമ്മുടെ ഡയമണ്ട് ഉണ്ടായിരുന്നു. നമുക്കൊരു ഡയമണ്ടിൻ്റെ പവർ റിഫ്ലക്ഷനാണ്. വളരെ ബ്രോക്കൺ ആയിട്ടുള്ള എബിലിറ്റിയാണ്. നമ്മുടെ ഡയമണ്ടിൻ്റെ എന്ത് അറ്റാക്ക് ചെയ്താലും അത് നമ്മുടെ ഡയമണ്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മാമോഷിക്ക് നമ്മുടെ ഡയമണ്ടിൻ്റെ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഡയമണ്ട് നമ്മുടെ മാമോഷി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കില്ലിങ് ഇൻ്റൻറ്റോടെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മാമോഷിക്ക് തന്നെയാണ് അത് ബാധിക്കുന്നത്. മാമോഷിൻ്റെ ഒരുപാട് ക്ലോൺസ് അവിടെ തന്നെ നശിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയമണ്ടിനെ ഡിഫീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. നമ്മുടെ മാമോഷീസ് നമ്മുടെ ഡയമണ്ടുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബറൂട്ടോയും അതുപോലെ തന്നെ മറ്റുള്ളവരും ചേർന്ന് ഒരുപാട് മാമോഷിനെ ഡെസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ മാമോഷിയുടെ ഒരുപാട് ക്ലോൺസ് നശിച്ച് ഏകദേശം ഒരു 50-60 എന്ന സിറ്റുവേഷനിൽ എത്തിയപ്പോൾ നമ്മുടെ സാറട വന്നിട്ട് സാറടേനെ മങ്കയ്ക്ക് ശരിക്കാൻ യൂസ് ചെയ്ത് നമ്മുടെ മാമോഷീസിനെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേങ്കിൽ ആ കൃത്യ ടൈമിലായിരിക്കും നമ്മുടെ സാറടയ്ക്ക് കണ്ണ് കാണാതാവുന്നത്. അതോടുകൂടി അവരുടെ പ്ലാന് കൊള്ളാവും. നമ്മുടെ സാറട ബോധം കിട്ടി താഴോട്ടേക്ക് വീയും. ഈ ടൈമിൽ നമ്മുടെ മാമോഷി ആയിക്കോട്ടെ തൻ്റെ ക്ലോൺസിനെയൊക്കെ റീക്രിയേറ്റ് ചെയ്ത് ഏകദേശം വലിയൊരു 1000-ലധികമുള്ള ഒരു ആർമിയായിട്ട് തന്നെ അവിടെ നിൽക്കും. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ കാഷിൻ കോജിനെയും കാണിക്കുന്നുണ്ട്. ഈ ഒരു സീനോടുകൂടിയാണ് നമ്മുടെ ചാപ്റ്റർ എൻഡ് ആവുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൊനോഹയുടെ എൻഡ് അടുത്തതുപോലെ ഉണ്ട്. ഇതിൽ വിട്ടുപോയിട്ടുള്ളൊരു കാര്യം നമ്മുടെ കവാക്കിയാണ്. കവാക്കി 2-3 മാമോഷിനെയൊക്കെ അടിച്ചിട്ടു. പെട്ടെന്ന് തന്നെ തൻ്റെ ബാറ്ററി ഡൗൺ ആയതുപോലെ അവിടെ വീണു. അതുകൊണ്ട് കവാക്കിയും അവിടെ ഡൗൺ ആണ്. ഇനിയിപ്പോൾ അടുത്ത ചാപ്റ്ററിൽ എന്താണ് നടക്കുന്നത് നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. ഒരു മന്ത്ലി മാങ്കി ആയതുകൊണ്ട് തന്നെ കാത്തിരിക്കാതെ വേറെ വയ്യൊന്നുമില്ല. സ്പോയിലേഴ്സ് ഇറങ്ങാൻ തന്നെ കുറേ ടൈം എടുക്കും. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ചാപ്റ്ററൊക്കെ കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് 10K അടിക്കാൻ സഹായിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു മച്ചടിക്കണം. ബൈ ബൈ.